വിഘ്നേശ്വരൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഭക്ഷണം വേണമെന്ന്. അപ്പം ബാക്കി രണ്ട് പെൺകുട്ടികളും ഒരു ആൺകുട്ടി കുഞ്ഞാൺകുട്ടിയുണ്ട്. എവിടെ പോയതെന്ന് അറിയില്ല, പക്ഷെ അങ്ങനെ കണ്ടു. 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം, വേഗം ഉണ്ടാക്കിയിട്ട് തരാൻ പറഞ്ഞിട്ട് വേഗം ചോറൊക്കെ വെച്ചിട്ട് എന്നിട്ട് പിന്നെ അത് റെഡിയാക്കി കൊടുത്തപ്പോൾ കഴിച്ചു. ഞെട്ടിണിച്ചപ്പോഴാണ് ഇത് സ്വപ്നമായിരുന്നു. ബുധനാഴ്ച ഉണ്ടെന്ന്. സാധാരണ ബുധനാഴ്ചൻ്റെ അന്ന് എപ്പോഴും ഗണപതിയുടെ പ്രാർത്ഥന ആണ് ചെയ്യാറ്. എന്തായിരിക്കും ഇനി വിഘ്നേശ്വരൻ്റെ അമ്പലത്തിൽ പോകാൻ എന്തെങ്കിലും സൂചനയാണോ അങ്ങനെ വിചാരിച്ചിട്ടാണ് വിട്ടത്. അപ്പോഴാണ് രാവിലെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മക്ക് കുറച്ച് വയ്യാന്നൊക്കെ പറഞ്ഞ് വീക്ക്നെസ് ആയപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഗ്ലൂക്കോസ് ഒക്കെ കയറ്റി കൊണ്ടുവന്നു. അപ്പമാണ് അമ്മനെ കാണാൻ വേണ്ടിയിട്ട് ചെറിയ മാമനും അവരുടെ ഫാമിലി വന്നിരുന്നു. അവർ നേരെ ഹോസ്പിറ്റലിൽ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. ഉണ്ട് ചെറിയ കുട്ടി അവരുടെ മോള്. അപ്പോൾ അവർക്കൊക്കെയാണെന്ന് ഞങ്ങൾ ലഞ്ച് കൊടുത്തത്. അപ്പം ഞങ്ങൾ ചിലപ്പം ഇതായിരിക്കും സ്വപ്നത്തിൽ കണ്ടത്. പക്ഷെ പിന്നെ വിഘ്നേശ്വരനായിട്ട് എന്താണ് ഇപ്പം ആ ഒരു കണക്ഷൻ എന്ന് മനസ്സിലായില്ല. അവർ പറയുകയാണെന്ന് രാവിലെ അവർ വിഘ്നേശ്വരൻ്റെ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഒരുങ്ങിയിരുന്നതായിരുന്നു. പക്ഷെ എന്തോ ഒരു കാരണം കൊണ്ട് പോകാൻ പറ്റിയില്ല. ഇതായിരിക്കും ചിലപ്പം സ്വപ്നത്തിൽ ഇങ്ങനെ കാണാൻ കാരണം. പിന്നെയാണ് മനസ്സിലൊരിതായത്, അപ്പം വിഘ്നേശ്വരൻ്റെ അമ്പലത്തിൽ പോകാൻ നമുക്കല്ല ഇവർ പോകണമെന്നായിരിക്കും. അപ്പം പിന്നെ അവരോട് പറഞ്ഞത്